ചേച്ചി അദ്ദേഹം ഇതിലെ ഒന്ന് നിർത്തണോ? എന്തോ നാടകം ഇത്? അല്ല, അത് പിന്നെ ഇദ്ദേഹം വരുന്നു അറിഞ്ഞോണ്ട് ഉണർത്താൻ വേണ്ടിട്ട്. എടോ, അതിന് മുറിഞ്ഞ വഴുത്തന്നെ മേപ്പെട്ടുള്ള വെള്ളമൊക്കെ കോരി ഒഴിച്ചാലേ വല്ല ചത്തോ കെട്ടോ പോയ ബാക്കിയുള്ള വേണം ഉത്തരം പറയാൻ. കായലിൽ നിന്ന് കോരി വെപ്പിച്ച ഓരോ വെള്ളമാ സാറേ. വേണ്ടി ഉപ്പിന്റെ നീറ്റിൽ അങ്ങോട്ട് ചെല്ലുമ്പോ മുറിവേന്നുള്ള നീരും പഴുപ്പും ഒക്കെ താനെ അങ്ങ് വിട്ടോളും. നാളെ കൊണ്ടേ കൂട്ടിക്കയറ്റി നിർത്താനുള്ളതല്ലേ സാർ കോടതി. ഓ ഐ സീ. പിന്നെ കേട്ടോ മിസ്റ്റർ നന്ദൻ, there is some bad news for you. നിങ്ങളുടെ ആ കൂട്ടുപ്രതിയില്ലേ മറ്റേ ഫിറോസ്, അവനെ DGP നേരിട്ടങ്ങ് കെട്ടിയെടുപ്പിച്ചിരിക്കാൻ തിരുവനന്തപുരത്തോട്ട്. ചെല്ലുമ്പോ അടിച്ചവന്റെ കയ്യിലോട്ട് കൊടുക്കും സസ്പെൻഷൻ. എന്താ സാറേ കൊണ്ടു നടന്നു കൊടുക്കൊരുത്തരെ തൊപ്പി തെറിപ്പിച്ചപ്പോ സമാധാനമായില്ലേ സാറിന്? പട്ടി കഴിവേറി പന്നം നോക്കി പിടിപ്പിക്കുന്നതാ പന്നം. മോനെ, നിനക്കെന്നെ പെരുവഴി പിടിച്ചിരുത്തി എന്റെ ഇതങ്ങ് ഉരുകള അടിച്ച് പൊളിക്കണം അവന്. ഇതിനകത്ത് ഒരു ഫോട്ടോ എടുക്കുന്നതാ പട്ടി. ആരാണ് നിനക്ക് അനുവാദം തന്നത്? Hey, look man, I'm a press photographer and I've got every right to be where I am now. So please, I warn you, don't come near me, don't touch me. I said don't. ചവിട്ടി അരച്ച് ഈ അവസ്ഥയിലാക്കിയതും പോരാഞ്ഞിട്ട് ഇനി ഇതിന്റെ തരിപ്പ് നായേ. സസ്പെൻഷനിൽ നിന്നോട് തെളിത്തര കാണിച്ചാണല്ലോ ഇത് തൊപ്പിയെ. ഇല്ലടോ, താൻ ധരിച്ചിരിക്കുന്ന പോലെ ഇപ്പോഴും സസ്പെൻഡ് ചെയ്തിട്ടില്ല ഫിറോസിനെ ഒരുത്തനും. അതേടോ, ഐ ബോട്ട് സം ടൈം ഫ്രം ദി DGP. അരവിന്ദനെ പീഡിപ്പിച്ച കേസിൽ ഇദ്ദേഹം നിരപരാധിയാണെന്നും തെറ്റെന്റേത് മാത്രമാണെന്നും അതിന് കാരണങ്ങൾ എന്താണെന്നും ഒക്കെ രേഖാമൂലം എഴുതി DGPക്ക് കൊടുത്തിട്ട് കുറ്റം ഏറ്റുപറഞ്ഞിട്ടായി ഫിറോസ് തലസ്ഥാനത്ത് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. സോ നാളെ കോടതിയിൽ ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ മൂവ് ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് അത് എതിർക്കില്ല. ഹി വിൽ ബി ഗ്രാന്റഡ് ബെയിൽ. പിന്നെ അതുകൂടെ കഴിഞ്ഞിട്ടേ മേലാവിന്ന് മുദ്ര വെച്ച് എന്റെ സസ്പെൻഷൻ ഓർഡറിങ് എത്തൂ വയ പ്രോപ്പർ ചാനൽ. അതിനുള്ള ഉറപ്പോടെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ DGPയുടെ കയ്യിൽ നിന്ന്. ആൻഡ് ഐ എം ടേക്കിംഗ് ഹിം നൗ. അതേടോ, പോലീസിന് കൂടുതൽ മാനക്കേട് ഉണ്ടാക്കാതെ ഇദ്ദേഹത്തെ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യണമെന്നും നാളെ ഇദ്ദേഹം സുമൻസാലെ കോടതിയിൽ നേരിട്ട് ഹാജരായാൽ മതിയാവുന്നും കാണിച്ച് DGP നിങ്ങൾക്ക് എഴുതിയ ഡെമി ഒഫീഷ്യൽ ലെറ്ററിന്റെ കോപ്പി ഇതിപ്പോ തന്നെ നിങ്ങളുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ടാവും ബൈ ഫാക്സ്. ഓ യു ക്യാൻ റീഡ് ദിസ്. വായിച്ചു പഠിക്കേ. പറഞ്ഞു കേട്ടില്ലടോ, ബലം കഴിക്കേ. സാർ അത് കഴിക്കണ പന്ന. ചേച്ചി, അതെ മാഡം, സോറി. ഈ പോലീസുകാരുടെ ഒരു സ്നേഹപ്രകടനം കഴിഞ്ഞ എന്റെ ചതവും മുറിവൊക്കെ കാണും. അതുകൊണ്ട് സൂക്ഷിച്ചു മതി അല്ലേ സാർ? ഹേയ് ഫിറോസ്. അല്ല ഫിറോസ്, നീ എന്താ കുറ്റം മുഴുവൻ സ്വയം ഏറ്റെടുത്തു എന്ന് പറഞ്ഞത്? എന്താ നീ എഴുതി കൊടുത്തത് DGPക്ക്? അത് വെറുതെ. ഫിറോസ് കമോൺ. ഇല്ല സാർ, അതകത്ത് ആ പന്നനോട് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. പകുതി സത്യം പകുതി പൊളി. നടന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് വിവരിച്ച് കേൾപ്പിച്ചപ്പോ
മൈ DGP ഗോട്ട് കൺവിൻസ്ഡ്. പക്ഷേ തൽക്കാലം പോലീസിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു സസ്പെൻഷൻ വരും. നാളെ ഉച്ചതിരിഞ്ഞ് സ്പെഷ്യൽ മെസ്സഞ്ചർ വശം എന്റെ സസ്പെൻഷൻ ഓർഡറിങ് എത്തുള്ളൂ എന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് DGP. പകരം എന്താ, നാളെ ഈ തൊപ്പി ഉരുവയ്ക്ക് മുമ്പ് നമ്മൾ രണ്ടാളുടെയും നിരപരാധിത്വം തെളിയിച്ചിരിക്കും ഈ ഫിറോസ് എന്നൊരു വാശി തിരിച്ച് ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് DGPയോട്. സോ ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ചെല്ലട്ടെ സാർ. ഒറ്റടി. अबे साले तू പറയടാ, കൊന്ന് റെയിൽവേ ട്രാക്കിൽ കൊണ്ട് തള്ളിയതാരാണ്? അരവിന്ദനെ. क्या समझा तूने? हम मर्डरर है क्या? कमीने मारेगा तेरे को भी. നായിന്റെ മോനെ. പറയടാ. എന്നിട്ട് എവിടെ പോയി കിടക്കുന്നതാ അയാൾ? ഇതിന്റെ പൊന്നാലാൽ സെറ്റ് വിശ്വട്ടാ, അത് വിളിച്ചിട്ട് ഒരു നമ്പറിലും കിട്ടുന്നില്ല. പോയി തപ്പിയെടുക്കയാളെ. ഫിറോസ് മുഹമ്മദ്, വെൽക്കം. Shall I fix you one drink? So, hunting for Mr. ഹരിവംശിലാൽ പന്നാലാൽ അല്ലേ വിശ്വനാഥൻ? സത്യം പറയാമല്ലോ വിശ്വനാഥൻ, ഒറ്റ ഞൊടിയിൽ എന്റെ നേർക്കൊരു തോക്കു ചൂണ്ടാൻ പോലും ധൈര്യപ്പെട്ട തന്റെ ആ സ്മഗ്ലർ ഫ്രണ്ട് പന്നാലാൽ പിന്നെ ഒടുവിൽ മുട്ടുവഴി മുള്ളിക്കൊണ്ട രഹസ്യങ്ങളുടെ കെട്ടഴിച്ചു തന്നത്. യെസ്, ശേഖരേട്ടനെയും ഹരിദാസിനെയും നീ കൊന്നു തള്ളിയതടക്കം നിന്റെ മുഴുവൻ രഹസ്യങ്ങളും. ഹാവ് എ ഡ്രിങ്ക് മാൻ. അനങ്ങിപ്പോരുത്.